നിങ്ങളൊരു ബിഗിനർ ആണ്, മേക്കപ്പ് ചെയ്തു തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുവാണ്. പക്ഷെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് മേടിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. വിഷമിക്കണ്ട, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ എന്തൊക്കെയാ മേടിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് പ്രൈമർ. പ്രൈമർ തന്നെയാണ് ബേസ് തിങ്. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്ത് സ്മൂത്ത് ആയിട്ട് സ്കിന്നിൽ ഗ്ലൈഡ് ചെയ്ത് പോകാനും പ്രൈമർ ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ്. അതിനുശേഷം ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് അനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. അണ്ടർ ടോണും സ്കിൻ ടോണും ഒക്കെ നോക്കണം. ആൻഡ് ഫേസിന്റെ ഇവിടെ തന്നെ സ്വാച്ച് ചെയ്ത് നോക്കണം, കയ്യിലൊന്നും സ്വാച്ച് ചെയ്ത് നോക്കരുത്. അങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കി ഒരു ഫൗണ്ടേഷൻ മേടിക്കുക. പിന്നെ ഒരു മസ്റ്റ് ഹാവ് പ്രോഡക്റ്റ് ആണ് ഒരു കൺസീലർ പാലറ്റ്. സോ കൺസീലർ പാലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെന്റ് ഷെയ്ഡ്സ് വരും. കോണ്ടോറിങ്ങിന് വേണ്ട ഷെയ്ഡ് കാണും, ഹൈലൈറ്റിംഗ് പർപ്പസിനുള്ള കൺസീലേഴ്സ് ഉണ്ടാവും, പിന്നെ ഓറഞ്ച് കളർ കറക്റ്റർ കാണും. അപ്പൊ ഇതെല്ലാം ഒരു കൺസീലർ പാലറ്റിനകത്ത് ഉണ്ടാവും. ആൻഡ് ഇതെല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഫൗണ്ടേഷൻ ഒന്ന് ഡാർക്കർ ആയി പോയാലോ ലൈറ്റർ ആയി പോയാലോ ഒക്കെ ഈ കൺസീലർ പാലറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാർക്ക് സർക്കിൾസും ഹൈപ്പർ പിഗ്മെന്റേഷനും ഒക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടി കളർ കറക്റ്റിംഗ് ഷെയ്ഡ്സും യൂസ് ചെയ്യാം. അത്യാവശ്യം ഈ ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ഒരു കൺസീലർ പാലറ്റ് തന്നെ നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇതാകുമ്പോൾ ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് ഇതിനകത്ത്, ആൻഡ് കോണ്ടോറിംഗ് ഷെയ്ഡ് ഉണ്ട്, ആൻഡ് റെഡ്നെസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ഇതൊരു നല്ല കൺസീലർ പാലറ്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഷെയ്ഡ്സ് വരുന്ന കൺസീലർ പാലറ്റ് തന്നെ മേടിക്കാൻ നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റിംഗ് പൗഡർ വേണം. ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ ഒരു മസ്റ്റ് ഹാവ് ആണ്. ഫുൾ ഫേസ് ഒന്നും പൗഡർ അപ്ലൈ ചെയ്തില്ലെങ്കിലും നമുക്ക് ഓയിലി ആകുന്ന എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു കോമ്പാക്ട് പൗഡറോ സെറ്റിംഗ് പൗഡറോ കൊണ്ട് സെറ്റ് ചെയ്യുന്നത് മസ്റ്റ് ആണ്. ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പാക്ട് പൗഡർ ചൂസ് ചെയ്യുകയാണെങ്കിൽ കളർ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ഷെയ്ഡ് അനുസരിച്ച് തന്നെ കളർ നോക്കി ചൂസ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് എടുക്കണം. ഇതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബനാന പൗഡർ, അതായത് ഒരു സെറ്റിംഗ് പൗഡർ, ഒരു ബനാന പൗഡർ മേടിക്കാം. അതാകുമ്പോൾ ഡസ്കി സ്കിൻ ടോൺ ഒക്കെ പെർഫെക്റ്റ് ആണ്. അതിനകത്ത് ഒരു യെല്ലോ ടിൻറ്റഡ് പൗഡർ ആണ്. നിങ്ങൾ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും സ്കിൻ കളർ ഒന്നും പ്രശ്നമില്ല. നമ്മുടെ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ഒന്നും മാറ്റൂല, അതൊന്നും സെറ്റ് ചെയ്യത്തേ ഉള്ളൂ. അപ്പൊ ബനാന പൗഡർ ആണെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സേഫ് ആണ്. പിന്നെ വേണ്ടത് ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഐഷാഡോ പാലറ്റ് മേടിക്കുമ്പോൾ അതിലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഉള്ള അങ്ങനത്തെ ഒരു പാലറ്റ് ചൂസ് ചെയ്യാൻ നോക്കണം. അപ്പൊ ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കൊണ്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ആൻഡ് ആ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ്, ഒരു ഷിമ്മർ ഷെയ്ഡ് നമുക്കൊരു ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ബേസിക് ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഒരു പാലറ്റ് തന്നെ നോക്കി മേടിക്കണം. ഈ ഒരു ഐഷാഡോ പാലറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ഗ്ലിറ്റർ ഷെയ്ഡ് ഉണ്ട്, പിന്നെ അത്യാവശ്യം ബേസിക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതും ഫെസ്റ്റിവൽസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഷാഡോ പാലറ്റ് ഇതാണെങ്കിൽ അഫോർഡബിൾ ആണ്. അഫോർഡബിൾ റേഞ്ചസിൽ നമുക്ക് ഒരുപാട് ഐഷാഡോ പാലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഒരെണ്ണം തന്നെ നോക്കി ചൂസ് ചെയ്യാം. പിന്നെ അതും അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും കൂടെ ഷെയ്ഡ്സ് വരുന്ന ഇങ്ങനത്തെ ഒരു ഐഷാഡോ പാലറ്റ് കുറച്ചും കൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐഷാഡോ പാലറ്റും ചൂസ് ചെയ്യാം. ഇതിലും ഡാർക്ക് ബ്രൗണും അത്യാവശ്യം വേണ്ട എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട്. വിഷമിക്കേണ്ട, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് മേടിക്കാം. പിന്നെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് മസ്കാര. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവണമെങ്കിൽ മസ്കാര അപ്ലൈ ചെയ്യണം. ഒരു നല്ല മസ്കാര തന്നെ ചൂസ് ചെയ്യാൻ നോക്കുക. ലോറിയലിന്റെയും മേബിലിന്റെയും ഒക്കെ നല്ല മസ്കാരാസ് ആണ്. അതായത് ഒരു ഫോൾസ് ലാഷ് വെച്ച ഒരു ഫീൽ തന്നെ, ആ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഇസ് ബ്ലഷ്. ബ്ലഷ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആണ്. ബ്ലഷ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ ഒരു ബ്ലഷ് എന്തായാലും മേടിക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു ക്രീം ബ്ലഷോ പൗഡർ ബ്ലഷോ എന്താന്ന് വെച്ചാൽ മേടിക്കാം. ഇനി അടുത്ത പ്രോഡക്റ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരെയും കാണും, ലിപ്സ്റ്റിക്. ഒരു ബോൾഡ് ഷെയ്ഡും ഒരു ന്യൂട്രൽ എവറിഡേ കൈൻഡ് ഓഫ് ഷെയ്ഡും പിന്നെ ഒരു ഫെസ്റ്റീവ് കൈൻഡ് ഓഫ് ഷെയ്ഡും, ഈ 3 വെറൈറ്റീസ് ഓഫ് ലിപ്സ്റ്റിക്സ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ദി ലാസ്റ്റ് തിങ്, ഒരു മേക്കപ്പ് ഫിക്സർ. ഈ ചെയ്ത മേക്കപ്പ് എല്ലാം ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒന്ന് സെറ്റ് ആവാനും ഒന്ന് ഫിക്സ് ആവാനും വേണ്ടി ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സോ ഇത്രയും ബേസിക് പ്രോഡക്ട്സ് മാത്രം മതി ഒരു ബിഗിനറിന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസും ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലത്തെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.